നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൽ ഒരു മനുഷ്യന്റെ, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറയുകയാണ്, ഒരു നല്ല മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി. അദ്ദേഹത്തിന്റെ പേര് കുട്ടിക്ക എന്നാണ്. യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടിക്ക എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുകയുണ്ടായി. ഈ ദാനധർമ്മം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്, കൊടുത്തേ പറ്റൂ എന്ന കാര്യമാണ്. നിനക്കൊരു 100 രൂപ കിട്ടിയാൽ അതിൽ 2.5 രൂപ നിനക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റൊരു പാവപ്പെട്ടവന്റെ അവനെ അവകാശപ്പെട്ടതാണെന്ന് പറയപ്പെടുന്ന അല്ല പഠിപ്പിക്കുന്ന, അങ്ങനെ പഠിച്ചു വരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അങ്ങനെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കിയിട്ട് എനിക്ക് 3-4 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതായത് ഞങ്ങൾ ഒരു മുസ്ലിംസിന് 5 കാര്യം പ്രവർത്തിക്കണം, 6 കാര്യം വിശ്വാസമാണ്. അതിൽ 3-ാമത്തെ കാര്യമാണ് സക്കാത്ത്. ഈ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, ഔദാര്യമല്ല. അല്ലാതെ അവൻ നമസ്കരിച്ചു, ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, 5 നേരം അതൊന്നും ഇത് വാതകമല്ല. പാവപ്പെട്ടവൻ്റെ അവകാശം ഖുറാനിൽ സൂറത്ത് തൗബ 34 മുതൽ 38 വരെ അള്ള പറയുന്നത് സക്കാത്ത് കൊടുക്കാത്തവൻ്റെ ശിക്ഷയാണ് പറയുന്നത്. നിനക്ക് നാളെ ഞാൻ മഹ്ശറിൽ വെച്ചിട്ട് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ശിക്ഷകൾ നിനക്ക് ഞാൻ തരും എന്ന് ഖുർആൻ നമ്മൾ പഠിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വന്നതാണ്. അതുകൊണ്ട് പൈസ ഉണ്ടായപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും പറ്റിച്ചിട്ടില്ല, ഒരാൾക്കൊന്നും കൊടുത്തിട്ടില്ല, പിന്നെ കൊടുക്കാനില്ല. സത്യം മാത്രം ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. 16 കിലോ സ്വർണം ജനങ്ങൾ കടം വാങ്ങിക്കൊണ്ടുപോയി. 16 കിലോ സ്വർണം നമ്മുടെ ഷോപ്പിൽ നിന്ന് 22 കിലോ സ്റ്റോക്ക് ഉള്ളത് 16 കിലോ ആൾക്കാർ കുട്ടികളെ കെട്ടിക്കാണ്ട് വാങ്ങിക്കൊണ്ടുപോയി. കാശ് തരാതെ പിന്നെ ആരും പൈസ തന്നില്ല. പിന്നെ ചായ ഫാക്ടറി, ചായ എസ്റ്റേറ്റ് എടുത്തു, അതും മുഴുവൻ പറ്റിക്കലായിരുന്നു. അതിലും കോടികൾ നഷ്ടം വന്നു. ഒരു ദിവസം ഞാൻ ഫാക്ടറി ചെല്ലുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, സാർ, നമ്മൾ അജുവ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഇന്ത്യയിൽ ഞാനാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ. അജുവ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൊഫറ്റ് മുഹമ്മദ് നട്ട ഈത്തപ്പഴ തൈൻ്റെ പഴമാണ് ഈ അജുവ. അതിനെ ഞാൻ തുടങ്ങുമ്പോൾ 2500 രൂപ കിലോന് വില ഉണ്ടായിരുന്നു. ആ പഴം ഞാൻ സിറപ്പ് ഉണ്ടാക്കി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ചേരാട്ട, ഒരു വലിയ നീണ്ട പുഴുവില്ലേ, ചിരട്ട, അത് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫും മാനേജറും പറഞ്ഞു, ഇങ്ങനെ ഇത് പൊട്ടിച്ചപ്പോൾ ഇതിൽ ഒരു ചേരാട്ട ചത്ത് കിടക്കുന്നുണ്ട് സാർ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഡ്രമ്മ് തട്ടാൻ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് 3.25 ലക്ഷം ഉറുപ്പ്യാണ് ഇതിൻ്റെ കോസ്റ്റ്. ഈ ചേരാട്ടിനെ പുറത്ത് ഇട്ടിട്ട് ഇത് നമുക്ക് പാക്ക് ചെയ്ത് വിറ്റൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വിറ്റാൽ നമ്മൾക്ക് ജനങ്ങളെ പറ്റിക്കാം, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ നമുക്ക് കഴിയൂല. ആ ചേരാട്ടനെ വിറ്റത് മതിയാവും ആഴ്ചകാലം മുഴുവൻ എൻ്റെ ടെൻഷനാവാൻ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലോ ആ ചേരാട്ടുള്ള സിറപ്പ് വിറ്റതുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള ആഴ്ചകാലം മുഴുവൻ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരും. മോൻ അത് എടുത്തിട്ട് പുറത്തേക്ക് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് കുട്ടിക്കാരുടെ വാക്കുകൾ എന്ന് പറയുന്നത്. വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ആ രീതിയിലേക്ക് തന്നെയാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മളൊന്നും കോടീശ്വരന്മാരല്ലല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ ദാനധർമ്മം ചെയ്യേണ്ട കാര്യമില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ദാനധർമ്മം എന്ന് പറയുന്നത് കോടീശ്വരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അത് 100 രൂപ ശമ്പളം മേടിക്കുന്നവനും അർഹതപ്പെട്ടതാണ്, കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സംഭവമാണ് ഈ ദാനധർമ്മം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പൈസ കൊണ്ട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടത്, അത് വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, എന്തിന്
പുഞ്ചിരി കൊണ്ടുപോലും ദാനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. തിരുനബി പ്രവാചകൻ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിൽ അതുപോലും ദാനധർമ്മത്തിന്റെ ഫലത്തിൽ വരുന്ന കാര്യമാണെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ദാനധർമ്മം ചെയ്യാം. കുട്ടികളുടെ ഈ വാക്കുകളെ ഒരുപാട് എനിക്കൊക്കെ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, ബിസിനസ്സിൽ ഒരു കള്ളത്തരങ്ങളും പോലും കാണിക്കാൻ തയ്യാറാവാതെ, എത്രയോ ലക്ഷങ്ങൾ നഷ്ടം വന്നിട്ട് പോലും അതൊക്കെ കളഞ്ഞേക്ക്, എനിക്ക് വേണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുകളെ, എനിക്ക് വേണമെങ്കിൽ അത് കൊടുത്ത് കാശാക്കും, പക്ഷെ ആ ഒരു അഴുക്ക് വീണ ആ ഒരു ഫുഡിനെ ഞാൻ ജനങ്ങൾക്ക് കൊടുത്താൽ നാളെ പടച്ചവന്റെ കോടതിയിൽ എന്നെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ മനുഷ്യൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവനെ മുൻനിർത്തി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു തെറ്റും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഐക്കാരുടെ ജീവിതത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ നമ്മളൊക്കെ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊടുക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമുക്കൊരു 10 രൂപയുള്ളെങ്കിൽ അതിൽ നിന്ന് 10 പൈസ എങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മനസ്സിന്റെ പുണ്യം കൊണ്ടും അതുപോലെ നമ്മൾ കൊടുത്ത് സഹായിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ നമ്മൾക്ക് വേറെ ലെവലിലേക്ക് എത്തിപ്പെടും. ചില ആളുകൾ പറയാറുണ്ട്, വെള്ളം കോരുന്ന കിണറ്റിലെ വീണ്ടും ഉറവയുണ്ടാവുള്ളൂ എന്ന്. തീർച്ചയായും ശരി തന്നെയാണ്. ദാനധർമ്മം ചെയ്ത് ആരും ഇതുവരെ നശിച്ചു പോയിട്ടില്ല. അതിലുപരി അവർക്ക് അത് മൾട്ടിപ്പിൾ ചെയ്ത് ധനം വന്നു ചേർന്നിട്ടേ ഉള്ളൂ. തീർച്ചയായും ഈ കുട്ടികളുടെ വാക്കുകൾ ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിനൊക്കെ ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തെ പോലെ ആകണമെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഇദ്ദേഹം ചെയ്യുന്ന 1000 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും, 1% നിങ്ങൾ ചെയ്യണം.